സോളാർ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ക്ലയന്റിന് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് എന്താണ്? നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രോമിസ്. കാരണം ഇപ്പോൾ ആരും ഈ ക്വാളിറ്റി കോൺഷ്യസ് അല്ല, അത് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഐസൊലേറ്റേഴ്സ്, നമ്മൾ MCB അല്ലെങ്കിൽ SPDs, നമ്മൾ സിറ്റൽ അല്ലെങ്കിൽ ഫ്യൂസുകൾ യൂസ് ചെയ്യുന്നത് ഈറ്റൺ അല്ലെങ്കിൽ മേഴ്സൺ, ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇതെല്ലാം വെക്കുന്ന ഒരു ബോക്സ് തന്നെ നമ്മൾ ABSൻ്റെ ബോക്സേ വെക്കുകയുള്ളൂ. കാരണം ഇതിനുള്ളിൽ നിന്നൊരു കത്തുപിടുത്തം വന്നു കഴിഞ്ഞാൽ പോലും ഇത് പുറത്തേക്ക് വരാൻ പാടില്ല, അതിനുള്ളിൽ തന്നെ ഇരുന്ന് തീരണം. അപ്പോൾ ഇത് വരില്ല, എന്നാലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്വിച്ച് ബോക്സ് പോലും ABSO അല്ലെങ്കിൽ അതൊന്നുമല്ല, എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്വാളിറ്റിയിലേ ചെയ്യുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സർജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു ഡിവൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിവൈസ് ആണ് നമ്മുടെ ഇപ്പോൾ ഒരു ഇടിമിന്നലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർജ് കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൊരു ഫംഗ്ഷനാലിറ്റിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ KCBയുടെ വോൾട്ടേജ് തന്നെ നമുക്ക് 230 വോൾട്ടാണ് നമ്മുടെ KCB വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇത് 280 വോൾട്ടിൽ കട്ട് ഓഫ് ചെയ്യും. ഈ സർജ് കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സിസ്റ്റംസും വരുന്നത്, ഒരു 90% സിസ്റ്റംസും വരുന്നത് 320 വോൾട്ടിൽ അത് കട്ട് ഓഫ് ചെയ്യുള്ളൂ. അതിന് കോസ്റ്റ് കുറവാണ്. നമ്മൾ അതിനേക്കാളും കൂടുതൽ പ്രൊട്ടക്ഷനുള്ള സിസ്റ്റം നമ്മൾ വെക്കുന്നത്.